മാനസികാരോഗ്യ സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. ഇന്ന് നമുക്ക് ലളിതമായ ഒന്നിനെക്കുറിച്ച് സംസാരിക്കാം, അതായത് ഒരു ആലിംഗനം, ഹഗ്. സൈക്യാട്രിയിൽ നമ്മൾ മനോരോഗങ്ങൾ, മരുന്നുകൾ, തെറാപ്പി, ദുരനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ ചിലപ്പോൾ അവഗണിക്കുന്ന ഒന്നുണ്ട്: മനുഷ്യസ്പർശവും അത് നൽകുന്ന സൗഖ്യവും. ഒരാലിംഗനം അത് വെറുമൊരു സുഖകരമായ പ്രവൃത്തി മാത്രമല്ല, അത് ഒരു ന്യൂറോ കെമിക്കൽ സംഭവമാണ്. നിങ്ങൾ ഒരാളെ, പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറത്തുവിടുന്നു. ഇത് ബോണ്ടിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. ഓക്സിറ്റോസിൻ നമ്മിൽ വിശ്വാസം, സുരക്ഷ, വൈകാരിക ബന്ധം എന്നിവയെ ഉണർത്തുന്നു, പരിപോഷിപ്പിക്കുന്നു. അതേസമയം നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ, അതായത് കോർട്ടിസോണിൻ്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകുന്നു, നിങ്ങളുടെ പേശികൾ അയയുന്നു, പേശികൾ വിശ്രമിക്കുന്നു, നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് 20 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരാലിംഗനം രക്തസമ്മർദ്ദം, ഉത്കണ്ഠ ഇവയെ കുറയ്ക്കുകയും മെച്ചപ്പെട്ട മാനസികാവസ്ഥയും ഉറക്കവും പ്രദാനം ചെയ്യും എന്നാണ്. വൈകാരികമായി ഒറ്റപ്പെട്ടവരിലും മനുഷ്യസ്പർശനത്തിൻ്റെ ദൗർബല്യത അനുഭവപ്പെടുകയോ ചെയ്യുന്ന ആളുകളിൽ വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നു. സുരക്ഷിതമായ ശാരീരിക ബന്ധത്തിൻ്റെ അഭാവം വൈകാരിക വേദനയെ വഷളാക്കും. എന്നാൽ ഓർക്കുക, ഇത് ആരെയും കെട്ടിപ്പിടിക്കുന്നതിനെക്കുറിച്ചല്ല, അത് സുരക്ഷിതവും പരസ്പരം സ്വാഗതം ചെയ്യുന്നതുമായിരിക്കണം. മക്കളെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആലിംഗനത്തിലൂടെ സ്വാഗതം ചെയ്യുക, ഒരു തലോടൽ, ഇവയൊക്കെ സ്നേഹം, വിശ്വാസം, കരുതൽ, സന്തോഷം, സംതൃപ്തി ഒക്കെ നൽകും. ഈ ചെറിയ പ്രവൃത്തികൾക്ക് കാലക്രമേണ വൈകാരിക ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് അമിതഭാരം അനുഭവപ്പെടുമ്പോൾ പരീക്ഷിച്ചു നോക്കുക ഊഷ്മളവും ആത്മാർത്ഥവുമായ ഒരു ആലിംഗനം. ഇത് സൗജന്യമാണ്, പാർശ്വഫലങ്ങളൊന്നുമില്ല, കൂടാതെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.